ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇത്ര ഹൈറ്റിൽ വന്നത് ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ അധികവും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നുള്ള വീഡിയോകളാണ് നമ്മൾ അധികം ചെയ്യുക. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും വീഡിയോ നമ്മളെ പഴയ ഒരു സെൽഫി സ്റ്റിക്ക് കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ഹൈറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫോൺ ഇങ്ങനെ താഴോട്ട് പോരും. എൻ്റെ ഫോണ് പോക്കോ S3 ആണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരു സെൽഫി സ്റ്റിക്ക് ചെറിയ ബജറ്റിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. 500 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഇൻട്രോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ സെൽഫി സ്റ്റിക്ക് ഇതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ തന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നല്ലവണ്ണം സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാനത് മുന്നേ ചെയ്തെന്ന് പറഞ്ഞു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നീട് നമ്മൾ വാങ്ങിയ ഒരു സെൽഫി സ്റ്റിക്കാണ് ഇത് നമ്മുടെ സ്റ്റാൻഡാണ്, നല്ല ഹൈറ്റിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. ഇതേ ക്വാളിറ്റി തന്നെയാണ് ഈ സെൽഫി സ്റ്റിക്കിന് വരുന്നത്. നമ്മളിപ്പം വാങ്ങിയത് ഈ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുറന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന്. ആദ്യം തന്നെ നമുക്കിതാ ഒരു ക്ലിപ്പ് ഫോൺ വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതാ ഇങ്ങനെ ഇവിടെ ഫോൺ വെക്കുന്നൊരു ക്ലിപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി തുറന്ന് നോക്കാം. ഇതാണ് നമ്മളെ പ്രോഡക്റ്റ് പറഞ്ഞാൽ എടുത്തു നോക്കുമ്പോൾ തന്നെ ഏകദേശം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു 350-400 ഗ്രാമോളം സംഭവം വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബ്ലൂടൂത്തിൻ്റെത് ഇവിടെ വരുന്നുണ്ട്. അതായത് ഇവിടെ നിൽക്കിയാൽ നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഉപയോഗിക്കാം. ഫോൺ കുറച്ച് ഹൈറ്റിലേക്കാണെങ്കിലും നമുക്ക് ബ്ലൂടൂത്ത് വഴി ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഒരു ചാർജർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഫോണിൻ്റെത് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ക്ലിപ്പാണ്. ഈ 3 ക്ലിപ്പ് ഓരോന്നോരോന്ന് പൊന്തിച്ചിട്ട് നമുക്ക് വേണ്ട ഹൈറ്റുകൾ ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് ഹൈറ്റ് കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ അതുപോലെ ഇവിടെ ഒരു സംഭവം വരുന്നത് മൊബൈൽ ഹോൾഡർ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ഫോൺ വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കാണാം. ഈ പോയിന്റിലേക്ക് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ട് തിരിക്കുന്നത്. ഇത് നമ്മൾ തിരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏത് ആക്സിലേക്കാണ് ഏത് ലെവലിലേക്കാണ് വരേണ്ടത് അവിടെ നമ്മൾ തിരിച്ചു വെക്കുക. പിന്നെ ഇവിടെ നല്ലൊരു ബട്ടണാണ് കേട്ടോ. അതൊക്കെ നല്ല ഉറപ്പുള്ളൊരു ബട്ടണാണ്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വെക്കുന്നത്. ഫോൺ എങ്ങനെ വെക്കേണ്ടതെന്നൊക്കെയുള്ള ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ച് വെക്കാം. പിന്നെ അതുപോലെ ഈ ഫോൺ നമ്മൾ ഈ സെൽഫി സ്റ്റിക്ക് അല്ലാതെ ഫ്രണ്ട് ക്യാമറ നമ്മളെ മുഖത്തേക്ക് വരണമെങ്കിൽ കറക്റ്റ് വീഡിയോൻ്റെ വരേണ്ട ലെവലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെ നല്ലവണ്ണം നല്ല ക്ലിയറാക്കി എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ വെക്കുന്ന ഫോണ് ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കളറ്. ഈ സ്റ്റീലിൻ്റെ കളറിൽ നമ്മളെ മുഖം കാണും. ഫോൺ ഇങ്ങനെ പിടിക്കുമ്പം തന്നെ നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീലിൻ്റെ കളറ് ഇവിടെ കൊടുത്തത്. ഇതിൻ്റെ ബ്ലൂടൂത്ത് സിസ്റ്റമാണ്. ഈ ബ്ലൂടൂത്തിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നമ്മൾ ഏത് ഫോണിലാണ് എടുക്കുന്നത് അതിൽ കണക്ട് ചെയ്യുക. അതിനിവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേബിളും നമുക്ക് തന്നിട്ടുണ്ട്. C ടൈപ്പ് അല്ല, സാധാരണ ടൈപ്പാണ് കേട്ടോ ഈ കേബിൾ വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ വലുപ്പമാണ്. ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ടെന്ന് ഞാൻ പുറത്തോട്ട് വന്നതിന് ശേഷം കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റാണ് നോക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തെ തമാശയിൽ കൂടി പറഞ്ഞിരുന്നു, നായയുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാമെന്ന്. സംഭവം ശരിയാണ്, വെറുതെ പറഞ്ഞൊന്നല്ല കേട്ടോ. അത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഏകദേശം 1 കിലോനോളൊക്കെ എനിക്ക് തോന്നുന്നു വെയിറ്റ് ഇതിന്മേൽ പോകുന്നത്. ഇവിടെ 3 ക്ലിപ്പാണ് നമ്മൾ സാധാരണ. ഈ ക്ലിപ്പുകൾ നമ്മളിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇവിടെ ലോക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ പൊന്തിക്കുക, ലോക്ക് ചെയ്യുക. ഇതിൻ്റെ മാക്സിമം വെയിറ്റ് ഇതാണ്. ഈ വെയിറ്റിലും നമ്മുടെ ഫോണ്, ഞാൻ പറഞ്ഞു എൻ്റെ ഫോണ് ഇതിന് ഓൾറെഡി പോക്കോ S3 ആയിരുന്നു. ഇത് വേറൊരു ഫോണാണ്. അപ്പോൾ ഈ പോക്കോ S3 ഫോണിനും ഒരു ഇളക്കോ ഒരു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഈ എൻ്റെ നെഞ്ചിൻ്റെ ഈ ഭാഗം വരെ ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു നമുക്ക് ഈ വടി കൊണ്ട് അത്യാവശ്യമാണെങ്കിൽ നായനൊക്കെ പൈപ്പിക്കാൻ പറഞ്ഞത്. ഒരാളെ തല്ലാനൊക്കെ പറ്റും കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു വിചാരിച്ച് ഈ സാധനം വാങ്ങി നിങ്ങളാരും തല്ലാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അപ്പോൾ അതിനും പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു പ്രത്യേകത കൂടി പറഞ്ഞാലും നമുക്ക് ഈ മഞ്ഞുമല അല്ലെങ്കിൽ പൊടികളൊക്കെ ഉള്ള മലകൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഫോണ് സ്റ്റാൻഡാക്കിയിട്ട് ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ശേഷം ഇവിടെ ഒരു പോയിൻ്റ് കാണാം. ഈ പോയിന്റിലേക്ക് നമ്മൾ ഫോണിൻ്റെതോ ക്യാമറൻ്റെതോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് ലിങ്ക് 2 തരമാണ് ഇതിൻ്റെ ഉള്ളത്. ഒന്ന് ഞാൻ വാങ്ങിയത് ഏറ്റവും വില കുറഞ്ഞ ടൈപ്പാണ്. 500 രൂപയാണ് ഇതിനായത്, 499 രൂപ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഒന്ന് 1000 സംതിങ്ങിനുള്ള ഒന്നുകൂടി ഉണ്ട്. അതിന് കൂടുതൽ ഫീച്ചറുകളുണ്ടാവും. ഇനി ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ 2 വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വില കൂടിയ ടൈപ്പ്, ഒന്ന് വില കുറഞ്ഞത്. വില കൂടിയതിന് ഒരുപാട് ഫീച്ചറുകളുണ്ടാവും. വില
കുറഞ്ഞതിന് അതിൻ്റേതായ കുറവുണ്ടാവും. ഞാൻ വാങ്ങിയത് വില കുറഞ്ഞതാണ്, ഇതിന് 500 രൂപ ആയിട്ടുണ്ട്, ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് വഴി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.